മോഡൽ എക്സാം പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്, ഓണത്തിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള. അതിൽ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ പോലെ തന്നെയാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, അറേഞ്ച് ദ കോളംസ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ ഇൻ ദ അപ്രോപ്രിയേറ്റ് ഓർഡർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. അറേഞ്ച് ദ കോളംസ് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ആദ്യം നമ്മൾ ഈ സയൻറ്റിസ്റ്റിൻ്റെ പേരും അവരുടെ കോൺട്രിബ്യൂഷൻ എവല്യൂഷൻ ഓഫ് ലൈഫിന് അവർ ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താണ് അതാദ്യം മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തതിന് ശേഷം ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 1, 2, 3 and 4. അതിൽ ഏത് ഓപ്ഷൻ നിങ്ങളെടുത്ത് എഴുതാനാണ്. തോമസ് മാൽത്തസ്, ആദ്യത്തെ സയൻറ്റിസ്റ്റാണ് തോമസ് മാൽത്തസ് എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള 2 സയൻറ്റിസ്റ്റിൻ്റെ പേരിവിടെ ഉണ്ട്, ചാൾസ് ഡാർവിനും ലാമാർക്കും. അപ്പം ഡാർവിനിസം, ലാമാർക്കിസം 2 തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന 2 ആൾക്കാരുടെ പേരാണത്. ചാൾസ് ഡാർവിൻ്റെ എന്തായിരുന്നു തിയറി? നമുക്കെല്ലാവർക്കും അറിയുന്ന ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് അല്ലേ. അപ്പോൾ ചാൾസ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് പ്രൊപ്പോസ് ചെയ്തത്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിൻ്റെ തിയറി എന്തായിരുന്നു? എക്വയർഡ് ക്യാരക്ടേഴ്സിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ്, അതാണ് ലാമാർക്കിൻ്റെ തിയറി. അപ്പോൾ തോമസ് മാൽത്തസ് എന്താ? പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോസിങ് നാച്ചുറൽ റിസോഴ്സസ് ടു ബിക്കം ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പോപ്പുലേഷൻ ഗ്രോത്ത് കാരണം നാച്ചുറൽ റിസോഴ്സിൻ്റെ അളവ് കുറഞ്ഞ് വരുന്നത്, ലിമിറ്റഡ് ആവാൻ കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് ആണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? തേർഡ്, 1Q 2P 3R, അതാണോ? ഏതായിരിക്കും നമ്മളുടെ 1Q 3P R? തോമസ് മാൽത്തസ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് കോസിങ് നാച്ചുറൽ, ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, പിന്നെ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ തേർഡ് ആണ് കറക്റ്റ്. 1Q 2P 1Q 2R ആണ് വരുന്നത് അല്ലേ. 1Q 2R, സോറി, ഫോർത്താണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. 1Q 2R 3P. ക്ലിയർ ആയല്ലോ? ഇനി evaluate the statement and the reason and choose the correct answer. Statement: the roan coat seen in some cattle and horses is an example of co-dominance. Co-dominance എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കുക. co-dominance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം മറ്റേ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് കാണാതാക്കുക, അതായത് മറ്റേ നമ്മൾ പൂർണ്ണ ഇഫക്റ്റീവായിട്ട് മാറുക, മറ്റേ തീരെ കാണിക്കാതെ നിൽക്കുക, അതാണ് ഡോമിനൻസ് പറഞ്ഞത്. കോ ഡോമിനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യും, അതാണ് കോ ഡോമിനൻസ്. ഓക്കെ, ഒന്നിനെ മറ്റൊന്നിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? മാസ്ക് ചെയ്യാൻ പറ്റില്ല, അതാണ് കോ ഡോമിനൻസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് റോൺ കോട്ട് എന്ന് പറയുന്നത്, പശു അങ്ങനത്തെ കാറ്റിൽസിലും ഹോഴ്സസിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. അതിന് റീസൺ എന്താ പറഞ്ഞാൽ? allele for the dominant trait cannot completely mask the allele for the recessive trait. ഇപ്പോൾ ഡോമിനൻ്റ് ട്രേറ്റിൻ്റെ ഒരു കഴിവ് കുറഞ്ഞതായിട്ടാണ് ഇവിടെ പറയുന്നത്, ബട്ട് ആക്ച്വലി അതല്ല. ഓക്കെ, ഡോമിനൻ്റ് ട്രേറ്റിന് റിസസീവ് ട്രേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല, അതല്ല അതിൻ്റെ റീസൺ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, പക്ഷേ അതിൻ്റെ റീസൺ തെറ്റാണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഏതാണ്? തേർഡ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ എന്തായി ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞാൽ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന ആ ചാപ്റ്ററിൽ ഫസ്റ്റ് DNA കുറേ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, അത് ആദ്യം മെസ്സഞ്ചർ RNAയിലേക്ക് കോപ്പി ചെയ്യപ്പെടും അല്ലേ. DNA ആ മെസ്സേജൊക്കെ മെസ്സഞ്ചർ RNAയിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ആ പ്രോസസ്സാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. Okay, a process by which genetic information DNA is copied into messenger RNA, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഏതാ കറക്റ്റ്? DNA to mRNA. ഓക്കെ, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഫോർത്ത് വൺ, ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മങ്കീസ്, ആ വരുന്ന ഗ്രൂപ്പ് അല്ലേ, അതാണ് നമ്മളുടെ പ്രൈമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്താ? തം വിൽ നോട്ട് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ.
തമ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കില്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ രണ്ടിൻ്റെ വിരൽ നോക്കിക്കഴിഞ്ഞാൽ, രണ്ട് കൈൻ്റെ വിരൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തമ്പ് വരുന്നത്. അപ്പം നോട്ട് ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ? ബൈനോക്കുലർ ട്രൈ ഡയമെൻഷണൽ വിഷൻ. ബൈനോക്കുലർ നമ്മളുടെ രണ്ട് കണ്ണ് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് ഒബ്ജക്റ്റിനെ അല്ലേ? രണ്ട് കണ്ണിൽ വരുന്ന ഇൻപുട്ട് സ്വീകരിച്ചിട്ടാണ് ബ്രെയിന് അതിനൊറ്റൊരു ഇമേജ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ലിവ് ഇൻ ഗ്രൂപ്പ്സ്. പ്രൈമേറ്റ്സ് സാധാരണ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പായിട്ടാണ് സാധാരണ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റാണ്. ലിവ് ഇൻ ഗ്രൂപ്പ്സ് അതും കറക്റ്റാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഏതാ? ക്യൂവും ആറും മാത്രമാണ് കറക്റ്റ്, അതായത് ഓപ്ഷൻ 2. ഓക്കെ, ക്യൂ ആൻഡ് ആർ ആർ കറക്റ്റ്. ഇനി നെക്സ്റ്റ് 5 to 11 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെയാണ്. നമുക്ക് ആദ്യം തന്ന ക്വസ്റ്റ്യനിൽ ഒബ്സർവേഷൻ ആണ്, ആ ഇല്ലസ്ട്രേഷൻ, അതായത് തന്ന ഡയഗ്രം ശരിക്കും ശ്രദ്ധിക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ആദ്യം കംപ്ലീറ്റ് എ ആൻഡ് ബി. ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ നമുക്കറിയാം സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഡോമിനൻറ്റ് ട്രേറ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ റിസസീവ് ട്രേറ്റ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ കണ്ടോ, ഇവിടെ സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. അതാണ് എന്ത്? എ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ എ, റിസസീവ് ക്യാരക്ടർ. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു ക്യാപിറ്റൽ ആർ ആയിരിക്കും, അതാണ് ബി. ഓക്കെ, അപ്പോൾ ഗാമേറ്റ്സ് കിട്ടിയത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ F1 പ്ലാന്റ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രകാരം ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഡോമിനൻറ്റ് ട്രേറ്റ്സ് ആണ്, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ റിസസീവ് ട്രേറ്റ് ആണ്. നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണിത്. ഡൈഹൈബ്രിഡ് ക്രോസ്, രണ്ട് വെറൈറ്റി അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രത്യേകതകൾ നമ്മൾ എടുക്കുന്നത്, അതാണ് ഡൈഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡ്വാർഫ് റിങ്കിൾ സീഡും ടോൾ റൗണ്ട് സീഡാണ്. അപ്പോൾ ഇവിടെ ഡോമിനൻറ്റ് ട്രേറ്റ് എന്താണോ ടോൾ, പിന്നെ സീഡ് F1 എന്തായിരിക്കും? ടോൾ റൗണ്ടഡ് സീഡായിരിക്കും, ടോൾ റൗണ്ടഡ് സീഡായിരിക്കും. ഡോമിനൻറ്റ് ക്യാരക്ടർ ആയിരിക്കും ഇവിടെ F1 പ്ലാന്റ്സ് കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി 5B. ആ ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ രണ്ട് എക്സും വൈയും എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? എക്സും വൈയും. അപ്പോൾ ഇതെന്താണ്? ഈ എക്സ് എന്താണ്, വൈ എന്താണ്? ഈ എക്സിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത് അത് റൈബോസോമൽ RNA, സ്മോൾ ലെറ്റർ ആർ RNA ആണത്, റൈബോസോമൽ RNA ആണത്. വൈ എന്താ? ഇവിടെ വൈ ട്രാൻസ്ഫർ RNA എന്ന് പറയും, ട്രാൻസ്ഫർ RNA, tRNA. ഓക്കെ, റൈറ്റ് എന്താ വെച്ചാൽ നമുക്കിവിടെ എക്സിൻ്റെയും വൈൻ്റെയും ഓരോ ഫങ്ഷൻ എഴുതണം, എക്സിൻ്റെയും വൈൻ്റെയും ഫങ്ഷൻ എഴുതണം. അതിൽ RNA മെയിൻ ഫങ്ഷൻ എന്താ വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്, ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോമൽ RNA അത് റൈബോസോംസ് ആണ് എന്തുണ്ടാക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് പ്രോട്ടീനാണ് ഉണ്ടാക്കുന്നുള്ള ആ ഇൻഫർമേഷൻ തരുന്നത് ആരാണ്? RNA ആണ്. അപ്പം ഫങ്ഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്, ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്, ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, പിന്നെ ട്രാൻസ്ഫർ RNA, നിങ്ങൾക്ക് പേര് തന്നെ മനസ്സിലാക്കും ഇതെന്താ ചെയ്യുന്നത് ട്രാൻസ്ഫർ RNA. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് കൊണ്ട് എത്തിക്കുക പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത്. ഏത് പ്രോട്ടീനാണോ വേണ്ടതെന്നുള്ള RNA മെസ്സേജ് എത്തിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള എന്ത് വേണം? അമിനോ ആസിഡ്സ് വേണം. ഈ അമിനോ ആസിഡ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പണി എന്താ? റൈബോസോംസിൻ്റെ അടുത്തുനിന്ന് റൈബോസോംസിലേക്ക് അമിനോ ആസിഡ്സിനെ എത്തിക്കുക. അതാണ് ആര് ചെയ്യുന്നത്? ട്രാൻസ്ഫർ RNA ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്യാരീസ് amino acids to ribosomes. Ribosomes ആണ് സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് അമിനോ ആസിഡിനെ റൈബോസോമിൽ എത്തിക്കും. ആറാമത്തത്, the electric charge on each side of the plasma membrane of a nerve cell is illustrated below. Analyze it and answer the questions.
അപ്പം സാധാരണ ഒരു നെർവ് സെല്ല് ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിൻ്റെ ഔട്ടർ സൈഡിൽ ഇങ്ങനെയായിരിക്കും ചാർജ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, പ്ലസ് പുറത്തും മൈനസ് ചാർജ് ഇൻസൈഡും. വാട്ട് ചേഞ്ചസ് ഒക്കെ ഇൻ ദിസ് സ്റ്റേറ്റ് വെൻ സ്റ്റിമുലേറ്റഡ്. ഇപ്പം എന്തെങ്കിലും നമ്മൾ ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് തൊട്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം വന്നു, ഇത് ഡിസ്റ്റർബ്ഡായി. ആ പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്കും കയറും ഇവിടെ, അല്ലെങ്കിൽ നമുക്കിവിടെ നെഗറ്റീവ് ചാർജ് ഇവിടെ ആയി എന്ന് പറയാം, ഓപ്പോസിറ്റ് ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് പ്ലാസ്മ മെംബ്രെയിന് മാറി. എവിടെയാണോ ഈ ചേഞ്ച് ഉണ്ടായത് അതിന് ഡീപോളറൈസ്ഡ് ആയി എന്ന് പറയും, ഡീപോളറൈസ്ഡ്. അങ്ങനെ ഡീപോളറൈസേഷൻ നടക്കുമ്പം വേവ് ഓഫ് ചാർജസ് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ചാർജാണ് വരുന്നതെങ്കിൽ ഈ മൈനസ് ചാർജ് ആര് അട്രാക്ട് ചെയ്യും? പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ മൈനസ് ചാർജ് ഇവിടെ വന്ന് വീണ്ടും ഇത് അതിന് അട്രാക്ട് ചെയ്യും, മൈനസ് വന്ന് അങ്ങനെ ഇത് ഓരോ ഭാഗത്തു കൂടെ ഫാസ്റ്റായിട്ട് കടന്നു പോകും. കാരണം അൺലൈക്ക് ചാർജാണ് അല്ലേ, അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്ത് പോവും. ഇങ്ങനെയാണ് ഇത് ഉള്ളിലാണ് കേട്ടോ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ഇമ്പൾസ് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഹൗ ഡസ് ദിസ് ചേഞ്ച് റിസൾട്ട് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്? അപ്പോൾ ഇങ്ങനെ ഡീപോളറൈസേഷൻ വരുമ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ എന്താ സംഭവിക്കുന്നത്? ഇമ്പൾസ് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേവ് പോലെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ചാർജ് മാറിയിട്ട്. ഓക്കെ, 7th ക്വസ്റ്റൻ എന്താ? ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ബീക്സ് ഓഫ് ഫിഞ്ചസ് ഓഫ് ഗാലപ്പാഗോസ് ഐലൻഡ്സ് ഹെൽപ്പ് ദം സർവൈവ്. എക്സ്പ്ലെയിൻ ദിസ് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. ദ റീസൺ ഫോർ ദ ഡൈവേഴ്സിറ്റി ഇൻ ബീക്സ് ഓഫ് ഫിഞ്ചസ്, സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ. അപ്പം ഇതെങ്ങനെയാണ് ഇവരെ സഹായിച്ചതെന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കാര്യം കണ്ടിരുന്നു. അവരുടെ ഫുഡ് എന്താണോ ആ ലൊക്കാലിറ്റിയിൽ കിട്ടിയിരുന്നത്, ആ ഫുഡിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവരുടെ ബീക്കിൽ മാറ്റങ്ങൾ വന്നു അല്ലേ, ബീക്കിൽ മാറ്റങ്ങൾ വന്നു. അപ്പം മീറ്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ ഷാർപ്പും ഹുക്ഡ് ആയിട്ടുള്ള ഒരു ബീക്കായിട്ട് മാറി. ഗ്രെയിൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് ലോങ്ങും ഷോർട്ട് ബീക്കായിട്ട് മാറി അല്ലേ. അങ്ങനെയാണ് ഇവരിൽ എന്ത് വന്നത്? ഡൈവേഴ്സിറ്റി വന്നത്. ഓക്കെ, പിന്നെ റീപ്രൊഡക്ഷനിൽ എന്ത് വ്യത്യാസം വന്നു? അപ്പം ഫേവറബിൾ ബീക്ക് വേരിയേഷൻസ് വന്ന ഫിഞ്ചസ് ആരൊക്കെയാണോ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു, സർവൈവ് ചെയ്യാനുള്ള ചാൻസും കൂടി. ഓക്കെ, ജീവിക്കാനുള്ളൊരു സാഹചര്യം അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞതുകൊണ്ട് അവർ സർവൈവ് ചെയ്തു. സർവൈവ് ചെയ്ത ആൾക്കാർ റീപ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആ ചേഞ്ചസ് അടുത്ത ജനറേഷനിലേക്കും പോയി. ഓക്കെ, ഇതാണ് അവിടുത്തെ ശരിക്കുള്ള കാര്യങ്ങൾ. ബി 7th B question എന്താ? Although Darwin's theory of natural selection was criticized because it did not understand the genetic basis of variation, it later gained wider acceptance. Explain this statement based on the findings of neo-Darwinism. അപ്പോൾ ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. കാരണം ഡാർവിൻ ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ജെനറ്റിക്സിനെ പറ്റി അല്ല ഒന്നും അറിയില്ല, ബേസിസ് ഓഫ് വേരിയേഷനെ പറ്റി ഒന്നും അറിയില്ല. ജെനറ്റിക്സും ഈ വേരിയേഷൻ തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് അറിയില്ല. പക്ഷേ പിന്നീട് പല കാര്യങ്ങളും ഇതിന്ന് മനസ്സിലായി. അപ്പോൾ നിയോ ഡാർവിൻസിനെ ബേസ് ചെയ്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നിയോ ഡാർവിൻസ്, നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഡാർവിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ സ്റ്റുഡൻസൊക്കെ കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. എന്നിട്ട് പ്രസൻറ്റ് ചെയ്തതാണ് എന്ത്? നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിയോ ഡാർവിനിസം ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനും ജെനറ്റിക്സിനും കൂടി മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് പുതിയതായിട്ടുള്ള ഒരു വേർഷൻ അവർ പറഞ്ഞത്, പ്രപ്പോസ് ചെയ്തത്. അതിനുള്ളതാണ് മ്യൂട്ടേഷനും റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ടേം. മ്യൂട്ടേഷനും റീകോമ്പിനേഷനാണ് എന്തിന് കാരണം? വേരിയേഷന് കാരണം. മ്യൂട്ടേഷൻ എന്താ? സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചസ് ആണ്. ജീൻസിൽ വരുന്ന സഡൻ ആയിട്ടുള്ള ഒരു ജനറേഷനിൽ മറ്റേ ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാറ്റങ്ങളാണ് എന്ത്? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊറോണൻ്റെ സമയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓമിക്രോൺ എന്ന് പറഞ്ഞ വൈറസായി നമ്മളുടെ കൊറോണ വൈറസ്. അതാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, പിന്നെ നാച്ചുറൽ സെലക്ഷൻ എന്ത് ചെയ്യും? ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷനെ അത് അവിടെ തന്നെ സേവ് ചെയ്ത് വെക്കും. അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ജെനറ്റിക്സ് എന്ത് ചെയ്ത് ഒറിജിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ തന്നു. അതേപോലെ തന്നെ
ഇൻഹെറിറ്റൻസ് ഓഫ് വേരിയേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ ജെനറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അങ്ങനെ നിയോ ഡാർവിനിസം കൊണ്ട് കൂടുതൽ ഡാർവിൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന രീതിയിൽ നിയോ ഡാർവിനിസം അതിനെ പ്രൊപ്പോസ് ചെയ്തു. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ദി ജെനറ്റിക് സ്ട്രക്ചർ ഓഫ് എ പേഴ്സൺ ഇസ് ഗിവൺ ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. 44 + XX. വാട്ട് ഡു 44 ആൻഡ് XX ഇൻഡിക്കേറ്റ്? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിവിങ് തിങ്ങിൻ്റെ കേസിൽ 2 ടൈപ്പ് ജീൻസാണ് അല്ലെങ്കിൽ ക്രോമസോംസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. സൊമാറ്റിക് ക്രോമസോമും സെക്സ് ക്രോമസോംസ് എന്ന് പറയും. അതാണ് നമ്മൾ പഠിച്ചത്. അതിന് ഓട്ടോസോം എന്നും പറയും. അപ്പം ഇവിടെ ഈ 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് എന്ന് പറയാം, അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ്, സൊമാറ്റിക് എന്ന് പറയാം, ഓട്ടോസോംസ് എന്ന് പറയാം. 22 പെയറാണത്, അതാണ് 44. 22 × 2 44. എക്സ് ആൻഡ് എക്സ് എന്താണ്? അത് സെക്സ് ക്രോമസോമാണ്. ഒരു ഇൻഡിവിജ്വൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ തീരുമാനിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ക്രോമസോംസ് ആണ് എന്ത്, ഈ XX എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആൻഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും ആ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ. എക്സും വൈ ആണെങ്കിൽ അത് മെയിൽ ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. ഈസ് ദ പേഴ്സൺ വിത്ത് ദിസ് ജെനറ്റിക് സ്ട്രക്ചർ മെയിൽ ഓർ ഫീമെയിൽ? അപ്പം ഇതെന്താണ്, എക്സ് ആൻഡ് എക്സ് ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫീമെയിൽ. ജെനറ്റിക് സ്ട്രക്ചർ ഓഫ് ഫീമെയിൽ ആണ്, ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. മെയിൽ എന്താണ്, XY ആണ് വരിക. ഓക്കെ, XX വന്നതുകൊണ്ട് അത് ഫീമെയിൽ ആണ്, അതാണ് വൈ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, റൈറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. 9ാമത്തത്. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ്. ഓവർ പ്രൊഡക്ഷൻ കാരണം സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇത് ഏത് തിയറിയാണ്? ആരാണ് ഈ തിയറി പ്രൊപ്പോസ് ചെയ്തത്? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആരാണ് ഈ പ്രൊപ്പോസ് ചെയ്തതെന്നുള്ളത്. അപ്പം ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് ഇത്. തിയറിൻ്റെ പേര്. ഇത് പ്രൊപ്പോസ് ചെയ്തത് ചാൾസ് ഡാർവിനാണ്. അപ്പോൾ ഇല്ലസ്ട്രേഷനിൽ കാണിക്കുന്നത് എന്താണ്? ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ടായി. അത് നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ്. ഇതിൻ്റെ വേരിയേഷൻ, അപ്പം വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഏത് ഓർഗാനിസത്തിനാണ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ജീവിച്ച് പോവാൻ, മാറാൻ സാധിച്ചത്? അവർക്ക് ഫേവറബിൾ വേരിയേഷൻസ് ഉണ്ടായി. അങ്ങനെ ഫേവറബിൾ വേരിയേഷൻ വന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് എന്ത് ചെയ്തു? അവരുടെ ചാൻസ് ഓഫ് സർവൈവൽ വർദ്ധിച്ചു. അവർ റീപ്രൊഡക്ഷൻ തുടങ്ങി, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതാണ് സെക്കൻഡിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആൻസർ. 10ാമത്തത്. പാർട്ട് ഓഫ് എ സയൻറ്റിഫിക് ആർട്ടിക്കിൾ അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് ലൈഫ് ഇസ് ഗിവൺ ബിലോ. റീഡ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. റാൻഡം ചേഞ്ചസ് ഇൻ ജീൻസ് ദാറ്റ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഹാവ് എ മേജർ ഇമ്പാക്റ്റ് ഓൺ ദ എവല്യൂഷൻ ഓഫ് ലൈഫ്. What is the genetic process mentioned in the scientific article? How does this process influence the evolution of life? അപ്പോൾ റാൻഡം ചേഞ്ചസ് ജീൻസിൽ വന്നു എന്ന് പറഞ്ഞു അല്ലേ. റാൻഡം ചേഞ്ചസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡ്. എന്താണത്? മ്യൂട്ടേഷൻ ആണത്. ഓക്കെ, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ജെനറ്റിക് മെറ്റീരിയലിൽ വന്ന മാറ്റം. ഇത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വേരിയേഷൻസ് ഉണ്ടാവും. ആ വേരിയേഷൻസ് എവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അതാണ് മേജർ ഇമ്പാക്റ്റ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? മ്യൂട്ടേഷൻ ഉണ്ടാവും. മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ, ജെനറ്റിക് മെറ്റീരിയൽ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അത് വേരിയേഷൻ ഉണ്ടാക്കും. വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കും? എവല്യൂഷൻ്റെ ഒരു റോ മെറ്റീരിയലായിട്ട് അതിന് മാറ്റും. ഓക്കെ, എവല്യൂഷൻ ഉണ്ടാവും. സജസ്റ്റ് എനി 2 റീസൺ ദാറ്റ് ലീഡ് ടു ദീസ് പ്രോസസ്. അതിൽ മെയിൻ ആയിട്ടുള്ള റീസൺ വരുന്നത് ജനറ്റിക് ചേഞ്ചസ് ഡ്യൂ ടു റേഡിയേഷൻ. എന്തെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻസ് ഈ ജീൻസിൻ്റെ ഘടനേനെ, സ്ട്രക്ചറിനെ മാറ്റാം. പിന്നെ ചില കെമിക്കൽസിൻ്റെ കാരണം കൊണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ചേഞ്ചസ്, കെമിക്കലിൻ്റെ എഫക്റ്റ് അവരുടെ ജീൻസിലും കാണിക്കും. മരുന്നായിട്ടോ എങ്ങനെ വേണേൽ ആവാം. ഇതാണ് 2 റീസൺ ദാറ്റ് ലീഡ് ടു ദിസ് പ്രോസസ് എന്ന് പറഞ്ഞു. ഇനി വേറൊരു കാരണം കൂടി, 3ാമത്തെ കാരണം കൂടി വേണം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. DNA ഡ്യൂപ്ലിക്കേറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില എറേഴ്സ്, തകരാറുകൾ, അതും മ്യൂട്ടേഷന് കാരണമാവാം. ഓക്കെ, 3ാമത്തെ റീസൺ കൂടി പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. 11th, ഗീവ് റീസൺ വൈ ക്രോമസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ എംബ്രിയോ. അല്ലേ, എക്സും വൈയും വന്നു കഴിഞ്ഞാൽ ആ കുട്ടി എന്തായിരിക്കും? മെയിലായിരിക്കും.
When tall plants with red flowers are crossed with short plants with white flowers in the second generation, some plants may be tall with white flowers. രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മളടുത്ത് ചോദിച്ചത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, വൈ ക്രോമസോം റെസ്പോൺസിബിൾ എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഈ വൈ ക്രോമസോമാണ് മെയിൽ ക്യാരക്ടറായിട്ടുള്ള ടെസ്റ്റിസും അതേപോലെ തന്നെ സെക്കൻഡറി മെയിൽ ക്യാരക്ടേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റിനെ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കാരണം ഈ വൈ ക്രോമസോമാണ്. അങ്ങനെ വൈ ക്രോമസോം പ്രസൻ്റ് ആണെങ്കിൽ ആ എംബ്രിയോ എന്തായിട്ട് മാറും, ഒരു മെയിൽ പ്രോജനി ആയിട്ട് മാറും. ഓക്കെ, അല്ലെങ്കിൽ മെയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വെൻ ടോൾ പ്ലാന്റ്സ് വിത്ത് റെഡ് ഫ്ലവേഴ്സ് ആർ ക്രോസ് വിത്ത് ഷോർട്ട് പ്ലാന്റ്സ് with white flowers in the second generation, some plants may be tall with white flowers. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് അല്ലേ, ജെനറ്റിക്സിൽ ഗ്രിഗർ മെൻഡൽ പറഞ്ഞൊരു തിയറി ഉണ്ട് അവിടെ. അപ്പോൾ ഹൈറ്റും ഫ്ലവറും ഇവർ അസോർട്ട് ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ന്യൂ കോമ്പിനേഷനിൽ F2 ജനറേഷനിൽ ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് എപ്പിയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്തായാലും ടോളായിരിക്കും. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ വരാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും, ടോൾ വൈറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ കാരണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർ വന്നു. മനസ്സിലായല്ലോ. ഇനി 12ാമത്തെ ചോദ്യം, അനലൈസ് ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ മെയിനായിട്ട് കാര്യം പറയാൻ വിട്ടു, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്കിന് 6 ചോദ്യങ്ങളുണ്ടാവും. സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ഹ്യൂമൻസ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ലൈക്ക് എ ബി ആൻഡ് ഒ ആർ സീൻ. അല്ലേ, മനുഷ്യന്മാരിൽ എയും ബിയും ഒ എന്ന് പറയുന്ന 3 ഗ്രൂപ്പ് കാണാൻ സാധിക്കും. സ്റ്റേറ്റ്മെൻറ്റ് 2, ഡിഫറൻസ് ഇൻ ഹ്യൂമൻ സ്കിൻ കളർ ഇസ് നോട്ട് ഡ്യൂ ടു റേസ് ബട്ട് ഡ്യൂ ടു ജെനറ്റിക്സ്. അപ്പം ഹ്യൂമൻ റേസിൻ്റെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ടല്ലോ. ഹ്യൂമൻസിൽ വൈറ്റ്സ് ഉണ്ട്, അത് സ്കിന്ന് ഡാർക്കായിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, റേസസ് ഉണ്ട്. ആര്യൻ, ഡ്രവീഡിയൻ റേസസ് ഒക്കെ നിങ്ങൾ കേട്ടില്ലേ. പക്ഷേ ആ റേസിൽ പെട്ടത് കൊണ്ടല്ല ഹ്യൂമൻ സ്കിന്നിൽ കളറിൽ വ്യത്യാസം, പക്ഷേ ജെനറ്റിക്സിൻ്റെ കാരണം കൊണ്ടാണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ജെനറ്റിക് ഫെനോമെന റിലേറ്റഡ് ടു ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട ജെനറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവാൻ കാരണം അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ എല്ലിലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായി മൾട്ടിപ്പിൾ എല്ലിലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജീനിന് തന്നെ, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജീനിന് തന്നെ മോർ ദാൻ 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം. അല്ലേ, ഒരു പോപ്പുലേഷനിൽ മോർ ദാൻ 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള കാരണം അതാണ് മൾട്ടിപ്പിൾ എല്ലിലിസം എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ എല്ലിലിസം ഒരേ സാധനം തന്നെ ബ്ലഡിന് തന്നെ കാണിക്കുന്നതാണ്, പക്ഷേ അതിന് 2ൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2, ദ ഡിഫറൻസ് ഇൻ ഹ്യൂമൻ സ്കിൻ കളർ, അതും ജെനറ്റിക്സ് കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ട്രെയ്റ്റ് അത് നമ്മൾ പറയുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്നാണ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഒരു ട്രെയ്റ്റിനെ മോർ ദാൻ 1 ജീൻ കൺട്രോൾ ചെയ്യുമ്പം അതിന് നമ്മൾ എന്താ പറയുന്നത്, പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അപ്പം അല്ലെങ്കിൽ കുറേ ടൈപ്പ് ജീൻസാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ സ്കിൻ കളറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ ഇൻഫ്ലുവൻസ് കാരണം പലതരം ഷെയ്ഡ്സ് അല്ലെങ്കിൽ പലതരം കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവാം. അതാണ് എന്ത്, പോളിജെനിക് ഇൻഹെറിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇൻ സബ് ക്വസ്റ്റ്യൻ ബി, topic of the seminar is genetics, the blueprint of life. Some hints for the presentation slides are given below. Give a short explanation for each of these. ഒരു സെമിനാർ ഉണ്ട്, ജെനറ്റിക്സും ബ്ലൂ പ്രിൻറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്. അതിൽ നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ തരാൻ പറഞ്ഞു. അതിലാണ് ഹെറിഡിറ്റി വേരിയേഷനും ജീനും എല്ലിലും ഫിനോടൈപ്പും ജീനോടൈപ്പും ഇതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും തരാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഹെറിഡിറ്റി? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പാരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് ക്യാരക്ടറിസ്റ്റിക്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെറിഡിറ്റി ഇസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ഓഫ് സ്പ്രിങ്. അതാണ് ഹെറിഡിറ്റി. വേരിയേഷൻ എന്താ, വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസ്, സെയിം സ്പീഷീസിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിലും
കാണുന്ന വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് സീൻ എമംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഓക്കെ, അതാണ് എന്ത് വേരിയേഷൻ. ഇനി ജീൻ ആൻഡ് എല്ലീൽ. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ആണ് എന്ത് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി കൺട്രോളിങ് എ ക്യാരക്ടർ, അതാണ് ജീൻ. യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി കൺട്രോളിങ് എ ക്യാരക്ടർ ഇസ് നോൺ ആസ് ജീൻ. അപ്പോൾ എല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ടോൾ എന്ന് പറയുന്ന ഒരു ടോൾനെസ്സിനെ കാണിക്കുന്ന ഒരു ജീൻ ഉണ്ടെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവും കൂടി ഉണ്ടാവും, ഡ്വാർഫ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ടി. അതാണ് എല്ലീൽ. ഇതൊരു ഡോമിനൻറ്റും ഇത് റിസസീവ് എല്ലീൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് എല്ലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ, ഓപ്പോസിറ്റ് ഫോം എന്ന് പറയാം അല്ലേ. നമ്മൾ സാധാരണ പറയുന്നത് ഒരു ജീൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോമാണ്. ടോൾ ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണ്? ഡ്വാർഫാണ്. അതാണ് എല്ലീൽ എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് ഫീനോ ടൈപ്പും ജീനോ ടൈപ്പും. ഫീനോ ടൈപ്പ് നമ്മളിപ്പം പറഞ്ഞ ടോള്, ഡ്വാർഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അങ്ങനെ ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഒബ്സർവബിൾ ഓർ വിസിബിൾ ഇസ് നോൺ ആസ് എ ഫീനോ ടൈപ്പ്. ഒരു കാണാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടർ, ടോൾനെസ്സും ഡ്വാർഫിനും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് എന്ത്? ഫീനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് പറയുന്നത്, ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത്. ജീനോ ടൈപ്പ് എന്താ? ഇപ്പോൾ എഴുതിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ജീൻസിലുള്ള കോമ്പിനേഷനാണ്. അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണെന്ത്? ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്. ജീനോ ടൈപ്പ് എന്താ? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ കാണിച്ചിട്ടുള്ളത്, അതാണ് ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. വ്യത്യാസം ക്ലിയർ ആയല്ലോ. ഇനി 13ാമത്തെ ചോദ്യം, അനലൈസ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഈ ചിത്രത്തിൽ എക്സ് എന്ന് പറഞ്ഞൊരു പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൗ ഇസ് ദിസ് പാർട്ട് ഡിഫറെൻറ്റ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം? റൈറ്റ് 3 ഫങ്ഷൻസ് ഓഫ് പാർട്ട് എക്സ്. അപ്പം ഈ എക്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്? എക്സ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമ്മളുടെ മൈലിൻ ഷീത്താണ്. നമ്മൾ ആക്സോൺ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചിരുന്നത് അവിടെ ആക്സോണിൻ്റെ പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിന് മുകളിൽ ഇവിടെ ഒരു കവറിങ് ഉണ്ട് ഇതേപോലെ അല്ലേ, അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈലിൻ ഷീത്താണ് വിച്ച് ഇസ് മാർക്ക്ഡ് ആസ് എക്സ് എന്ന് പറയുന്നത്. ആ മൈലിൻ ഷീത്ത് അകത്തുകൂടെ പോകുന്ന ഈ ആക്സോണ് പ്രൊട്ടക്ഷൻ കൊടുക്കും അല്ലേ, ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സാധനമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താ? സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ ചോദിച്ചത് മെയിനായിട്ട് പാർട്സ് വരുന്നത് എന്തൊക്കെയാണത്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, ഇത് കൂടിയതാണ് ഇന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവരാണ് നമ്മളുടെ ബോഡിയുടെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? പെരിഫറൽ നെർവസ് സിസ്റ്റം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ടിംഗ് ഫങ്ഷൻസ് ചെയ്യുന്നു. ഓക്കെ, സപ്പോർട്ടിംഗ് ഫങ്ഷൻസ് ചെയ്യുന്നു. ഇനി റൈറ്റ് 3 ഫങ്ഷൻസ് ഓഫ് ദ പാർട്ട് എക്സ്. പിന്നെ ഒരു കാര്യം കൂടി മൈലിൻ ഷീറ്റിനെ ബേസ് ചെയ്തിട്ട് പറയാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലാണ് എന്തുണ്ടാക്കുന്നത്? മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ഷ്വാൻ സെൽസ് ആണ് എന്തുണ്ടാക്കുന്നത്? നമ്മളുടെ മൈലിൻ ഷീത്തിന് ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. ഓക്കെ, ഇതിന് 3 ഫങ്ഷൻസ് എന്താ? ആക്സോൺ ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. പുറമേ നിന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ചാർജ് ലീക്കേജ് ചെയ്യാതെ ചാർജിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതിലൊരു ഇൻസുലേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അകത്തേക്കോ പുറത്തേക്കോ ചാർജസ് പോവാതെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തത് നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് കൂട്ടുന്നു. ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. പിന്നെ സോൾട്ട്സിൽ വരുന്ന ചാർജസ് ഉണ്ടല്ലോ, നമ്മൾ അയോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രിയിൽ, Na+Cl- ഒക്കെ. അപ്പം സോൾട്ടേറ്ററി കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസിനും കൂടി ഇത് സഹായിക്കും. ഓക്കെ, ഓർമ്മിക്കാം. പിന്നെ 13B സിനാപ്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിൻ്റെ നമ്മളുടെ പഠിച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം ന്യൂറോണിൻ്റെ 2 ഭാഗങ്ങൾ കൂടി ചേർന്ന ഈ ജംഗ്ഷനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് ജംഗ്ഷൻ എന്ന് പറയും. 2 നെർവ് സെൽസിൻ്റെ സിനാപ്റ്റിക് ജംഗ്ഷനാണിത്. വാട്ട് ഡസ് പി റെപ്രസെൻറ്റ്? ഇവിടെ പി എന്ന് പറയുന്ന സാധനം എന്താണെന്നാണ് ചോദിച്ചത്. ആ പി എന്ന് പറയുന്നത് നമ്മൾ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയും.
ഓക്കെ, സിനാപ്റ്റിക് വെസിക്കിൾസ്, VSICLES, സിനാപ്റ്റിക് വെസിക്കിൾസ് ആണത്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് അതിൻ്റെ അകത്ത് ഉള്ളത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസാണ്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ആ കെമിക്കൽസിനെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഇത് സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് അതിൻ്റെ ജനറൽ നെയിം ഓഫ് കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്? നെർവ് ഇമ്പൾസിൻ്റെ സ്പീഡ്, ഡയറക്ഷനും ഈ സാധനങ്ങൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ അകത്തുനിന്ന് ഇതിനെ റിലീസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ബൈൻഡ് പറഞ്ഞാൽ കൂടിച്ചേർ റിസപ്റ്റേഴ്സായിട്ട് അതിനെ ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഇത് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഉറപ്പ് വരുത്തും. തിരിച്ച് ഇതിങ്ങോട്ട് വരാതെ ഇത് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഓക്കെ, അതാണ് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഒരു ഭാഗത്തേക്ക് മറ്റേ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ ഇത് തിരിച്ച് ഉള്ളിലേക്ക് കയറാതെ ഒറ്റ ഡയറക്ഷൻ ഫ്ലോ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഓക്കെ, അതാണ് ആരുടെ ഫങ്ഷൻ? ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഫങ്ഷൻ. ഇൻ ഹ്യൂമൻസ്, ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് എ ബ്രെയിൻ ഫങ്ഷൻ? ബ്രെയിൻ ഫങ്ഷൻസിൽ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എഫിഷ്യൻസിനെ കൂട്ടാൻ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിനാപ്സ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ബ്രെയിനിലേക്ക് വരുന്ന ആ ഇൻഫർമേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഓക്കെ, ഇതെല്ലാം കൂടി ഈ ഒറ്റൊരു ഇതാണ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഒരു യൂണിറ്റാക്കി മാറ്റുക. അറ്റ് എ ടൈം ഒറ്റ പടിക്ക് എന്ത് ചെയ്യുന്ന ആ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് എത്തിക്കുക. ഓക്കെ, പിന്നെ ഇൻഫർമേഷനെ കോർഡിനേറ്റ് ചെയ്യും. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് മാത്രം ബ്രെയിനിലേക്ക് എത്തിക്കും, ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യും? അങ്ങനെ ഇഗ്നോറും ചെയ്യും. ഓക്കെ, അങ്ങനെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ലേണിംഗ്, മെമ്മറി, ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് ഈ സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, ഈ പാർട്ടിൻ്റെ മെയിൻ അതാണ്. ആവശ്യമുള്ള മാത്രം കൊണ്ട് കടത്തി വിടും ബ്രെയിനിലേക്ക്. പിന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും, അതാണ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആവശ്യമുള്ള സാധനം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. ആ സ്റ്റോർ ചെയ്ത് വെച്ചത് പിന്നീട് നമുക്ക് ഭാവിയിൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായകരമായിട്ട് വരും ചെയ്യും. ഓക്കെ, 14ാമത്തത്, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് എ ക്രോമസോം. എന്നിട്ട് അതിൽ ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് പി ആൻഡ് ക്യൂ. പിയും ക്യൂ എന്താണ്? അപ്പോൾ പി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയും, ക്രൊമാറ്റിഡ്. ക്യൂ എന്താ? ക്യൂ ആണ് ക്രൊമാറ്റിഡ്സിനെ അവിടെ ബൈൻഡ് ചെയ്യുന്ന, പിടിച്ചു നിർത്തുന്ന സെൻട്രോമിയർ എന്ന് പറയുന്ന പാർട്ട്. സെൻട്രോമിയർ വിച്ച് ഹോൾഡ്സ് ദ ക്രൊമാറ്റിഡ്സ്. അപ്പോൾ ക്രൊമാറ്റിഡ്സിനെ അവിടെ പിടിച്ചു വെക്കുന്നത് ആരാണ്? സെൻട്രോമിയർ ആണ്. ക്രൊമാറ്റിഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെൻട്രോമിയറിൻ്റെ മുകളിലാണ്. ഹൗ ഇസ് ദ സ്ട്രക്ചർ ഷോൺ ഇൻ ദ ഡയഗ്രാം ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് DNA ആൻഡ് പ്രോട്ടീൻസ്? അപ്പം ഫോർമേഷൻ ഓഫ് ക്രോമസോംസിൽ വരുന്ന ഭാഗമാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ DNA എന്ന് പറയുന്നത് വലിയ ലോങ് മോളിക്യൂളാണ്. അത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചുറ്റും ഇങ്ങനെ വൈൻഡ് ചെയ്യും, എന്നിട്ട് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറും. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഈ ന്യൂക്ലിയോസോം കോയിൽ ആൻഡ് കണ്ടൻസ് ടു ഫോം ക്രൊമാറ്റിൻ. വളരെ നൂല് പോലത്തെ സ്ട്രക്ചേഴ്സായിട്ട് മാറും അല്ലേ? നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ നൂല് പോലെ ആവും. അപ്പോഴാണ് നമ്മൾ എന്താ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിനിൽ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഈ ക്രൊമാറ്റിൻസൊക്കെ കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുങ്ങിയിട്ട് അത് ഈ ഫോമിലേക്ക് ആയി മാറും. ഓക്കെ, അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. അതിൻ്റെ ഫ്ലോ ഡയഗ്രാം ഇങ്ങനെയാണ്. DNA കൂടി ചേർന്നിട്ട് എന്താ വരിക? ന്യൂക്ലിയോസോമായി മാറും, ലോങ് ചെയിൻ ന്യൂക്ലിയോസോം ആവും. ആ ന്യൂക്ലിയോസോം എന്താവും? ക്രൊമാറ്റിൻ ആവും. ക്രൊമാറ്റിൻ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ സെൽ ഡിവിഷൻ സമയത്ത് കണ്ടൻസ് ചുരുങ്ങിയിട്ടായി മാറുന്ന സ്ട്രക്ചറാണ് എന്ത്? ക്രോമസോം എന്ന് പറയുന്നത്. അതുവരെ അത് നമ്മൾ ക്രോമസോം എന്ന് പറയില്ല. ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ടുള്ള ക്രൊമാറ്റിൻ എന്ന് വിളിക്കുന്ന പേരാണ് ക്രോമസോം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യം എന്താണ്? റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബിൾ ദ ഫോളോയിങ് പാർട്സ്. ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഷോർട്ട് തിൻ ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ ബോഡി. ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ ഉണ്ടാവും? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? സിനാപ്സ് എന്ന് പറയുന്ന ഭാഗത്താണ്. നേരത്തെ നമ്മൾ കണ്ട ഡയഗ്രാം ഇതാണ് അല്ലേ? ഇതാണ് സിനാപ്റ്റിക് പാർട്ട് അല്ലെങ്കിൽ സിനാപ്റ്റിക്
ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സിനാപ്റ്റിക് നോബ് എന്നാണ് പറയുക. ഇത് അവിടെയാണ് എന്ത് നടക്കുന്നത്, ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ സിനാപ്റ്റിക് പാർട്ട് ഇവിടെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. ആ ഗ്യാപ്പിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും, അവിടെയാണ് ഉള്ളത്. ഓക്കെ, ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നിങ്ങൾ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ള ഭാഗം നേരത്തെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചില്ലേ, ആ പാർട്ടാണ് നിങ്ങളവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, ഷോർട്ട് തിൻ ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ ബോഡീൻ്റെ അകത്തുനിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഷോർട്ട് തിൻ ഫൈബർ ലൈക്ക് ഇതാണത്. ആക്സോണൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ഈ ഭാഗം, ഡെൻഡ്രൈറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് ഷോർട്ട് ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് സെൽ ബോഡീന് പുറത്തേക്ക് വരുന്നതാണിത്. ഇത് ആക്സോണൈറ്റ് എൻഡ്സ് ഇൻ സിനാപ്റ്റിക് നോബ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾ റീഡ്രോ ചെയ്തിട്ട് പഠിക്കണം. 16th one, explain how the fossils of the following organism support the idea of evolution. അപ്പോൾ ആർക്കിയോടീറിക്സ്, ഡൈനോസേഴ്സ്, ഹോസസ്, ഇവരുടെയൊക്കെ ഫോസിൽസ് എവല്യൂഷൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ബേസിക് ഐഡിയ തരുന്നത്. അപ്പോൾ ആർക്കിയോടീറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്റ്റൈൽസ് അല്ലേ, എഴഞ്ഞു നീങ്ങുന്ന ജന്തുക്കൾ. അതേപോലെ ബേർഡ്സിൻ്റെ ക്യാരക്ടേഴ്സ്, രണ്ടിന് ക്യാരക്ടേഴ്സ് കൂടിയതാണ് ഈ ആർക്കിയോടീറിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫോസിൽ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ബേർഡ്സിൻ്റെയും റെപ്റ്റൈൽസിൻ്റെയും തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത, കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്. അങ്ങനെ ആ എവല്യൂഷൻ എങ്ങനെ ഇവർ മാറി ഇന്നത്തെ ഫോമിലേക്ക് വന്നു, ആ ഐഡിയ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഡൈനോസേഴ്സ് ആണെങ്കിൽ അപ്പം ഏൻഷ്യൻ്റ് ഓർഗാനിസംസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ജിയോളജിക്കൽ പീരീഡ്സ് മാറുമ്പം ഈ ഓർഗാനിസം എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു അല്ലേ, ബേർഡ്സ് ആയിട്ടും അല്ല വേറെ ആനിമൽസ് ആയിട്ടും ഇന്ന് കാണുന്ന ആനിമൽസ് ആയിട്ടും ഇവർ തമ്മിൽ എന്തായിരുന്നു ബന്ധം, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ ഡൈനോസേഴ്സിൻ്റെ ഫോസിൽസ് നിന്ന് മനസ്സിലായി. പിന്നെ ഹോസിൻ്റെ അപ്പം ഹോസ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അതിൻ്റെ ഏൻസസ്റ്റേഴ്സിന് എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത്, അതിൻ്റെ ബോഡി സൈസിൽ എന്ത് വ്യത്യാസം വന്നത്, ലിംസിൽ എന്താണ്, ടോസിൽ എന്താണ്, ടീത്തിൽ എന്താണ് വ്യത്യാസം വന്നത്, ആ എവിഡൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോസിൽസിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ആ ചേഞ്ചസ് മനസ്സിലാക്കാൻ, എവല്യൂഷൻ എങ്ങനെ ഉണ്ടായി ഇവരിൽ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, അതാണ് ഇവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഐഡിയാസ് തരുന്നത്. ഇനി കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ, ബ്രെയിൻ സ്റ്റെം അല്ലേ. ബ്രെയിൻ സ്റ്റെം എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഒരു പാർട്ട് അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, മെഡ്യൂള ഒബ്ലോങ്കാറ്റ എന്ന് പറയും. ബ്രെയിൻ സ്റ്റെമ്മിന് പിന്നെ വരുന്ന ഇത് മിഡ് ബ്രെയിൻ ആണ്, പിന്നെ മിഡ് ബ്രെയിൻ, ആദ്യത്തെ ഭാഗം മിഡ് ബ്രെയിൻ ആണ്. പിന്നെ വരുന്ന പാർട്ടാണ് പോൺസ് എന്ന് പറയും, PONS. തേർഡ് പാർട്ടാണ് മെഡ്യൂള ഒബ്ലോങ്കാറ്റ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിൻ എന്താ ചെയ്യുന്നത്, ഐസിൻ്റെയും ഐബ്രോസിൻ്റെയും മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. പോൺസിൻ്റെ ഫങ്ഷൻ എന്താ, ബ്രീത്തിങ്ങിനെ അല്ലേ, ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബ്രെയിനിൻ്റെ പല ഭാഗത്തേക്കും പോകുന്ന പാത്വേ എന്ന് പറയും പോൺസ്. പാത്വേ മെയിൻ എന്താ പറയുക, ഒരു ഹൈവേ ആണത്. ആ ഹൈവേയിൽ നിന്ന് ബ്രെയിനിൻ്റെ പല ഭാഗത്തേക്കും സബ് റൂട്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, റെഗുലേറ്റ്സ് ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യും, റെഗുലേറ്റ് ബ്രീത്തിങ്. പിന്നെ അത് പാത്വേ ആണത്. ഓക്കെ, ബ്രെയിനിൻ്റെ പല ഭാഗത്തേക്കും പോകുന്ന കണക്റ്റിംഗ് പാത്വേ ആണ്. മെഡ്യൂള ഒബ്ലോങ്കാറ്റയുടെ മെയിൻ ഫങ്ഷൻ എന്താ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത അല്ല നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല ആക്ടിവിറ്റീസും ഉണ്ട്. അതിന് ഇൻവോളണ്ടറി ആക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ ആ ഇൻവോളണ്ടറി ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യാം, കൺട്രോൾസ് ഇൻവോളണ്ടറി അറിയാതെ നടക്കുന്ന ഫങ്ഷൻസ്, കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്. അതിൽ ഒന്നാമത്തെ ഇൻവോളണ്ടറി ആക്ടിവിറ്റിയാണ് നമ്മൾ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ. ഈ സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡ്യൂള ഒബ്ലോങ്കാറ്റയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്. ഇപ്പോൾ ഇവിടെ ഈ എക്സ് എന്താണ്, വൈ എന്താണ്, സെഡ് എന്താണ്. ഇപ്പോൾ എന്താ കാണിക്കുന്നത്, ഈ മൂന്ന് പാർട്ടും എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡൗട്ടുള്ള ആൾക്കാർ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അപ്പം അവിടെ ഇതൊരു ന്യൂക്ലിയോടൈഡ് നമുക്കറിയാം.
അല്ലേ? ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആണിത്. അങ്ങനെ ബേസിക് സ്ട്രക്ചറൽ ന്യൂക്ലിക് ആസിഡ് ഇങ്ങനത്തെ കുറേ സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നുണ്ടാവുന്നതാണ്. ഇതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോടൈഡാണ്. അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേർന്നിട്ടാണ് എന്താ ഉണ്ടാവുന്നത്? നമ്മളുടെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്നത്. ഈ എക്സ് എന്താ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണത്. എക്സ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. എക്സ് ഷോസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അത് ന്യൂക്ലിയോടൈഡിനെ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്സ് വഴി അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ബന്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ മെയിൻ ഫങ്ഷൻ. വൈ എന്ന് പറയുന്നതാണ് നമ്മളുടെ പെൻറ്റോസ് ഷുഗർ. പെൻറ്റോസ് അല്ലേ, 1 2 3 4 5 5 ഭാഗമുള്ളത്, അതൊരു പെൻറ്റോസ് ഷുഗറാണ്. 5 കാർബൺ സ്ട്രക്ചറിന് പെൻറ്റോസ് ഷുഗറാണ്. ഓക്കെ. സെഡ് നൈട്രോജീനസ് ബേസ് ആണ്. നൈട്രോജീനസ് ബേസ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെൻറ്റോസ് ഷുഗർ, നൈട്രോജീനസ് ബേസ്. ഇത് മൂന്നും കൂടിയതാണ് എന്ത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ് കൂടിയതാണ് എന്ത്? ന്യൂക്ലിക് ആസിഡ്. ഓക്കെ. പിന്നെ നമ്മൾ ചോദിച്ചത് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് നെയിംസ് ഓഫ് വൈ ആൻഡ് സെഡ്. ഹൗ ഇസ് വൈ ഡിഫറെൻറ്റ് ഇൻ DNA ആൻഡ് RNA? അപ്പോൾ നമ്മൾ വൈ എന്താണ്, എക്സ് എന്താണ്, സെഡ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് DNA-യിലും RNA-യിലും എന്താണ് വ്യത്യാസം എന്നാണ് അല്ലേ? ഷുഗർ. ആ ഷുഗറിൽ വരുന്ന പേര് നിങ്ങൾ പേര് തന്നെ അറിയാം. ഇവിടെ ഡീഓക്സി റൈബോസ് ആണ് എന്ത് വരുന്നത്? ഷുഗർ വരുന്നത്. ഓക്കെ. ഡീഓക്സി റൈബോസ്. DNA-യിലാണെങ്കിൽ ഷുഗർ ഡീഓക്സി റൈബോസ് ഷുഗർ ആയിരിക്കും. വേർ ആസ് RNA-യിലാണെങ്കിൽ അത് എന്തായിരിക്കും? റൈബോസ് ഷുഗർ ആയിരിക്കും. ഓക്കെ. ഡീഓക്സി റൈബോസും RNA ആണെങ്കിൽ റൈബോസ് ഷുഗർ ആയിരിക്കും. അതാണ് DNA-യിലും RNA-യിലും വൈൻ്റെ വ്യത്യാസം. ഓക്കെ. ക്ലിയർ? മനസ്സിലായല്ലോ? A process that causes variations in organisms shown below. Observe it and answer the questions. Stage 1. സ്റ്റേജ് 1 നിങ്ങൾക്ക് വ്യത്യാസം കാണാം. അത് ഇൻ്റർവൈൻഡ്. അവിടെ കുറേ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ നടന്നു, റീജോയിനിങ് ഒക്കെ നടന്നു. ഈ പ്രോസസ്സ് നമ്മൾ എന്താ പറയാന്നുള്ളത്? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ക്രോസിംഗ് ഓവർ. ഒരു ഭാഗത്തുനിന്ന് ഒരു പാർട്ട്, ഒരു ജീനിൽ നിന്ന് ഒരു ഭാഗം പോയി മറ്റേ ജീനിലായിട്ട് ജോയിൻ ആവുന്ന പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന എപ്പോഴാണ്? മിയോസിസ് നടക്കുന്ന സെൽ ഡിവിഷൻ. മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ ഉണ്ട്. അവിടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ആ മിയോസിസിൽ പ്രൊഫേസ് 1 എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെയാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താ? ഇത് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു കറസ്പോണ്ടിങ് ക്രോമസോം അതെന്ത് ചെയ്യും? ഒരു ബൈവാലൻ്റ് ടെട്രാഡായി മാറും. ബൈവാലൻ്റ് 2 എണ്ണം വരുന്ന ടെട്രാഡ്, 4 കഷ്ണങ്ങൾ ജോയിൻ ചെയ്തൊരു പാർട്ടായിട്ട് മാറും. ഓക്കെ. അതാണ് ബൈവാലൻ്റ് ടെട്രാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ബൈവാലൻ്റ് ടെട്രാഡ്, ബൈവാലൻ്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്നാണ് നമ്മൾ പറയുക, അത് ഫോം ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് 1 നടക്കുന്ന പ്രോസസ്സാണിത്. പിന്നെ സ്റ്റെപ്പ് 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പോൾ ഇതാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്. 2 ഭാഗമുണ്ട്. സിസ്റ്റർ ക്രോമാറ്റിഡ് ഉണ്ട്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട്. അപ്പോൾ ആ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച്. ഇവിടെ നിങ്ങൾ കളറിൽ വ്യത്യാസം കാണാം. ഒന്ന് ലൈറ്റ് കളർ, ഡാർക്ക് കളറാണ്. അപ്പോൾ ലൈറ്റ് കളറുള്ളത് ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, ലൈറ്റ് കളേഴ്സ് തമ്മിൽ. ഡാർക്ക് കളേഴ്സ് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് ഇവരുടെ. അപ്പോൾ ഇവർ പരസ്പരം, ഇവരെ കണ്ടോ, ഒന്ന് ഡാർക്ക് ഒന്ന് ലൈറ്റാണ്. അപ്പോൾ ഇവർ പരസ്പരം എന്ത് ചെയ്ത് അവിടെ എക്സ്ചേഞ്ച് ചെയ്തു അല്ലേ? DNA സെഗ്മെൻറ്റ്സ് ഇവർ 2 പേരും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തു. ഈ എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് കയാസ്മാറ്റ. എവിടെയാണോ എക്സ്ചേഞ്ച് നടക്കുന്നത് ആ പോയിൻറ്റ്സിനെ ഇതാണ് കയാസ്മാറ്റ എന്ന് പറയുന്നത്. ആ കയാസ്മാറ്റ എന്ന് പറയുന്ന പോയിന്റ് പൊസിഷനിൽ, പോയിന്റിൽ എക്സ്ചേഞ്ച് ഓഫ് DNA സെഗ്മെൻറ്റ്സ് നടക്കും. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് എവല്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു ഡിഫറെൻറ്റ് DNAs ആണ് കമ്പൈൻ ചെയ്തത് അല്ലേ? പുതിയ ടൈപ്പ് DNAs ആണ് കമ്പൈൻ ചെയ്തത്. അങ്ങനെ വരുമ്പം ഉറപ്പായിട്ട് അവിടെ എന്ത് നടക്കും? വേരിയേഷൻസ് ഉണ്ടാവും. ന്യൂ കോമ്പിനേഷൻ ഓഫ് ജീൻസ് എന്ത് ചെയ്യും? ക്രോസിംഗ് ഓവറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ റീകോമ്പിനൻറ്റ് DNA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് ക്രോമസോം എന്ന് പറയും. റീകോമ്പിനൻറ്റ് ക്രോമസോം എന്താ ചെയ്യുന്നത്? ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കും ആ ഓഫ് സ്പ്രിങ്ങിൽ, കുട്ടികളിൽ. പുതിയ കോമ്പിനേഷൻ വന്നു,
പുതിയ ജനറ്റിക് വെറൈറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകത അതിൻ്റെ അകത്തേക്ക് വന്നു, അത് വേരിയേഷൻ ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഹൗ ഡസ് ദിസ് പ്രോസസ് ലീഡ് ടു വേരിയേഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതോടെ നമ്മളുടെ ബയോളജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ലിങ്ക് അയച്ചു കൊടുക്കണം. എൻ്റെ ചാനലിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ചെയ്യണം. താങ്ക് യു ഓൾ ഓഫ് യു.